സൂറത്തു നിസായിൽ അള്ളാഹു ഭാര്യ-ഭർത്തൃ ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളെക്കുറിച്ച് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ 3 തലങ്ങളായിക്കൊണ്ട് അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യ തലം, എന്തെങ്കിലും നിലക്ക് തൻ്റെ ഭർത്താവിൽ നിന്ന് വല്ല അവഗണനയോ അല്ലെങ്കിൽ വല്ല പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു സുൽഹിലൂടെ എന്തു ചെയ്യണം, പരിഹരിച്ച് പരസ്പരം ഒരു ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഇനി അതല്ല, ഭർത്താവിൻ്റെ മറ്റൊരു വിവാഹം കൂടെയാണ് പരിഹാരമെങ്കിൽ അങ്ങനെ പരിഹരിക്കാൻ കഴിയുന്നത് അങ്ങനെ പരിഹരിക്കാം. അതല്ല, അവർ വേറിട്ട് പോവുകയാണ്, ഒരു ത്വലാഖാണ് ഉചിതമെങ്കിൽ ത്വലാഖിൻ്റെ വഴി സ്വീകരിക്കാം. ഈ വിഷയങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ ഭാര്യ-ഭർത്തൃ ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, കാരണങ്ങളെക്കുറിച്ചും നമുക്ക് ആ ഖുർആനിക വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതിൽ വളരെ പ്രാധാന്യപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പിണക്കങ്ങളും വഴക്കുകളും ഉണ്ടെങ്കിൽ അതൊരു വഴക്കായി തന്നെ പോകട്ടെ എന്ന നിലക്ക് അതിനെ വിട്ടേക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം പരിഹരിക്കാതിരിക്കുമ്പോൾ ആ പ്രശ്നം പിന്നെ എന്തായിത്തീരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് അതിനിപ്പോൾ ഏതെങ്കിലും നിലക്കുള്ളൊരു പരിഹാരം ഉണ്ടായിരിക്കും. ആ പരിഹാരങ്ങളിലേക്ക് പോകണം എന്നുള്ള ഒരു സൂചനയുണ്ട്. അതിലുപരി എന്താണ് പ്രശ്നത്തിൻ്റെ കാരണം എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. പ്രധാനമായുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ വഉഹ്ളിറത്തിൽ അംഫുസു അശ്ശുഹ എന്നാണ്. അതായത് മനസ്സിൽ പിശുക്ക് എന്നത് മനസ്സിൻ്റെ ഒരു പ്രകൃതിയായി, ഒരു ശീലമായി, ഒരു സ്വഭാവമായി ഊട്ടപ്പെട്ടതാണെന്നാണ്. ഇപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായൊരു കാരണമാണ് ഈ പിശുക്ക് എന്നുള്ളത്. പിശുക്ക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ പിശുക്കല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ പിശുക്ക്, സാധാരണ പറയുന്ന പിശുക്ക് ബുഹ്ലാണ്, പക്ഷെ ഇത് ഷുഹാണ്. ഷുഹ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകാതിരിക്കുകയും നമുക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടണം എന്ന് നമ്മൾ താല്പര്യപ്പെടുകയും ചെയ്യുന്നതിനെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ പിശുക്ക് എന്ന് പറയുന്നത്. ഈ ഭാര്യ-ഭർത്തൃ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്, ഭർത്താവ് എന്തെല്ലാം തനിക്ക് തരാനുണ്ടോ അതൊന്നും ഭർത്താവ് തരുന്നില്ല. എന്നെ പരിഗണിക്കുന്നില്ല, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ തനിക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല എന്നാണ് ഒരു ഭാര്യ പറയുന്നത്. ഭർത്താവും അതന്നെയാണ് പറയണത്, എനിക്കൊരു ഭാര്യ എന്ന നിലയ്ക്ക് ഇവളെ കൊണ്ടൊരു പ്രയോജനമില്ല എന്ന് അയാളും പറയുന്നു. അപ്പോൾ നമ്മൾ നൽകേണ്ട അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല, നൽകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ എനിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് വളരെ വ്യക്തമായി പറയാനും അത് എന്തെല്ലാമാണെന്ന് വളരെ ക്ലിയറായി പറയാനും അവർക്ക് പറ്റുമ്പോൾ എന്തുകൊണ്ടാണ് കൊടുക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചും അവർക്കതുപോലെ അറിവില്ലാത്തത്? അപ്പോൾ അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. ഇപ്പോൾ എന്തൊക്കെയാണോ തൻ്റെ ഭർത്താവിന് നൽകേണ്ടത് അതെല്ലാം നൽകാൻ ഒരു ഭാര്യ തയ്യാറാവുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അത് നൽകുന്നിടത്ത് അവർ പിശുക്ക് കാണിക്കുന്നു. മറിച്ച് ഒരു ഭാര്യ തന്നിൽ നിന്ന് എന്തെല്ലാം പ്രതീക്ഷിക്കുന്നു അതെല്ലാം നൽകിയാൽ പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ തനിക്ക് കിട്ടേണ്ടത് കിട്ടണമെന്നും അതിനുവേണ്ടി വാദിക്കുകയും കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടാവുന്നത്. ഈ ഷുഹിൻ്റെ ഒരു വിപരീതമെന്ന നിലക്ക് നമുക്ക് പറയാൻ പറ്റുന്ന പദം സമാഹത്താണ്. സമാഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർലോഭമായി മറ്റുള്ളവർക്ക് നൽകേണ്ടത് നമ്മൾ നൽകുന്നു. ഒരു പക്ഷേ നമ്മളെക്കാളും മുൻതൂക്കം നൽകിയിട്ടാണ് നമ്മൾ അവർക്ക് നൽകുന്നത്. നമുക്ക് കിട്ടേണ്ട കാര്യത്തിൽ എന്താണ്, കിട്ടിയത് മതി എന്ന നിലക്ക് സംതൃപ്തിപ്പെടുകയും ചെയ്യുന്നു. എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് തൃപ്തിപ്പെടുക. എന്നാൽ കൊടുക്കേണ്ടത് പൂർണ്ണമായും കൊടുക്കുകയും ചെയ്യുക. അതാണ് ശരിക്കും സമാഹത്ത് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സത്യത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം ഇതാണ്. ഒരു ഭാര്യ എന്ന നിലക്ക് എൻ്റെ ഭർത്താവിന് നൽകേണ്ടതെല്ലാം ഞാൻ നൽകുന്നുണ്ടോ എന്ന ഒരാത്മപരിശോധനയാണ് നടത്തേണ്ടത്. തനിക്ക് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്ന വസ്തുത നിലനിൽക്കെ തന്നെ താൻ കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ടോ എന്ന് ആലോചിക്കാം.
ഇതുതന്നെ ഭർത്താവ് ആലോചിച്ചാൽ മതി. ഞാൻ കൊടുക്കേണ്ടതെല്ലാം എൻ്റെ ഭാര്യയ്ക്ക് നൽകുന്നുണ്ടോ? അങ്ങനെ നൽകുന്നുണ്ട് എങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ നാം നൽകേണ്ടതെല്ലാം നൽകുകയും നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയതുകൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിക്കാനും തയ്യാറാണെങ്കിൽ ഒരു പരിധിവരെ ഭാര്യ ഭർത്തൃ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. എന്നാൽ ഇങ്ങനൊരു പരിഹാരത്തിലേക്ക് പോകാതെ നമ്മൾ ഏറ്റുമുട്ടലുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അത് നമ്മുടെ സമാധാന ജീവിതത്തെ ബാധിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ നല്ലതായ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും സാമൂഹികമായും ശാരീരികമായും മാനസികമായുമെല്ലാം ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഇത്തരം ആശയങ്ങളെ മനസ്സിലാക്കി പ്രയോഗവൽക്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.